നേരം നമ്മൾ അല്പം രാഷ്ട്രീയത്തിലേക്ക് കടന്നു. കുറെ സാങ്കേതികമായ വിഷയങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ MSc ആഗോള ഭീമനാണ്. അവർ കേരളത്തിലേക്ക് വരുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കാണുക? കേരളത്തിന് നേട്ടമാണോ അതോ കോട്ടമാണോ എന്നൊരു കാര്യമുണ്ട്. ഈ ഫെയർ കോമ്പറ്റീഷൻ, ഇപ്പം മേഴ്സ് അടക്കമുള്ള മറ്റ് കപ്പലുകൾ, മറ്റ് കമ്പനികളുടെ കപ്പലുകൾ കേരളത്തിലേക്ക് വരുമോ എന്നുള്ളത് ഒരു ചോദ്യം. അത് കഴിഞ്ഞ് മൾട്ടി കാർഗോ ബങ്കറിംഗ്, ലിക്വിഡ് കാർഗോ, ക്രൂയിസ് ടെർമിനൽ, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിൻ്റെയൊക്കെ ഭാവി എന്താകും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇതിനകത്ത് ഞാൻ ആദ്യമേ ഇപ്പോൾ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ ഞാനൊന്ന് മാറ്റട്ടെ. പലരും പലതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ തുറമുഖ പദ്ധതി 2015 രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ UDFൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓഗസ്റ്റ് 17 ഒപ്പിട്ട കരാറാണ്. അതിൻ്റെ ആമുഖം ഇങ്ങനെയാണ്: കൺസഷൻ എഗ്രിമെൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ഡീപ്പ് വാട്ടർ മൾട്ടി പർപ്പസ് സീ പോർട്ട് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് അഡാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇറ്റ്സ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിസ്റ്റഡ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ റോള്, ഗവൺമെൻറ്റിന് ഇങ്ങനൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു പോർട്ട്, മേജർ പോർട്ട് വരണമെന്നുള്ളത്, ഇൻഫ്രാസ്ട്രക്ചർ വരണമെന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ LDF ഗവൺമെൻറ് വന്നു. ആദ്യത്തെ കരാറിനെക്കുറിച്ച് പല ആക്ഷേപങ്ങളുണ്ടായിരുന്നെങ്കിലും LDF സർക്കാരിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് മുന്നോട്ട് പോയി. ഈ കരാർ പ്രകാരം, കരാറിൽ LDF ഗവൺമെൻറ്റിന് മുന്നോട്ട് മാറാൻ കഴിയില്ല. അപ്പോൾ എല്ലാം പിന്നെ അമെൻഡ് ചെയ്യണം. അപ്പം അഡാനി സമ്മതിക്കണം, ഗവൺമെൻറ് ലാൻഡ് കൊടുക്കണം. ഈ കൺസെഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത്, കൺസെഷൻ എഗ്രിമെൻറ്റാണ് ഞാൻ വായിക്കുന്നത്, ലാൻഡ് അക്വയർ ചെയ്യണം, മറ്റ് അസിസ്റ്റൻസ് കൊടുക്കണം, അപ്രൂവൽ സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ് കൊടുക്കണം, ഫെസിലിറ്റി റോഡ് റെയിൽ കണക്ടിവിറ്റി കൊടുക്കണം, വെദർ കൺസെഷണർ ഇത് എഗ്രിമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഓൾ അസറ്റ്സ് ബാക്ക് ഫ്രം ദ കൺസെഷൻ. അവസാനം ഇത് തിരിച്ച് കൺസെഷണർ 40 വർഷവും പിന്നെ 80 വർഷം കഴിയുമ്പോൾ ഒരു 15 വർഷം ആദ്യമുണ്ട്. അപ്പോൾ അത്ര 15 വർഷം ഫ്രീ പീരീഡാണ്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. പ്രത്യേകം പറയുന്നുണ്ട്, ഇത് ഈ പോർട്ട് ഗവൺമെൻറ് ഓൺഡ് പോർട്ടാണ്. പക്ഷേ അഡാനി പ്രൈവറ്റ് ലിമിറ്റഡ് കൺസെഷണറിൻ്റെ ജോലി പോർട്ട് ഡിസൈൻ ചെയ്യണം, ഫിനാൻസ് എ മേജർ പാർട്ട് ഓഫ് ദ പ്രൊജക്റ്റ്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മേജർ പാർട്ട് സംസ്ഥാന സർക്കാരാണ് മുടക്കിയിരിക്കുന്നത്. ഇപ്പോൾ 60-70% സംസ്ഥാന സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. കൺസ്ട്രക്ട് എ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഓപ്പറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ പോർട്ട്, കളക്ട് ദ റവന്യൂ ഫ്രം ദ പോർട്ട് യൂസേഴ്സ് ഡ്യൂറിങ് ദ കൺസെഷൻ പീരീഡ്, maintain assets in the required condition, transfer entire project back to the government when the concession ends. ഇതാണ് ആ തർക്കം. ഇത് റിട്ടേൺ ആണ്. ഞാൻ ബാക്കി രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഇത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ആവശ്യം സ്റ്റേജ് ബൈ സ്റ്റേജ് ഗവൺമെൻറ് 1635 കോടി വീതം കൊടുക്കുന്നുണ്ട്. അത് ഏത് ഗവൺമെൻറ് ആയാലും, ഇപ്പം LDF ആയാലും ഇപ്പോൾ UDF ഗവൺമെൻറ് ആയാലും അത് കൊടുക്കണം. പിന്നീട് വരുന്നത് ഈ ആദ്യത്തെ 15 വർഷം നമുക്ക് കിട്ടുന്നത് 1 രൂപയാണ്. ഒരു വർഷം 1 രൂപ. പിന്നത്തെ വർഷം ഓരോ വർഷം 1% അവിടുന്ന് ഉണ്ടാകുന്ന ടെർമിനലിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ, ടോട്ടൽ റവന്യൂ അല്ല, ലാഭത്തിൻ്റെ 1%. അത് 40 വർഷത്തേക്ക് 1%. അത് കഴിയുമ്പോഴാണ് ഈ 1% കഴിഞ്ഞിട്ട് ഓരോ % വരുമ്പോൾ 40% വരെ അതിൻ്റെ ക്യാപ്പ് തീരും. അത് കഴിഞ്ഞാൽ 20 വർഷം, പിന്നീട് 20 വർഷവും കൂടി ഗവൺമെൻറ് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാണ് എഗ്രിമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഗ്രിമെൻറ്റിൽ നേരത്തെ ആദ്യം സംസാരിച്ച എനിക്ക് മിസ്റ്റർ അനിൽ പറഞ്ഞ പോലെ കൺസെഷൻ എഗ്രിമെൻറ്റ് പ്രകാരം ഈ എഗ്രിമെൻറ്റിൻ്റെ ഒരു പാർട്ടി, അതായത് അഡാനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അവരുടെ ഷെയർ, അപ്പോൾ അവർ നേരത്തെ ചോദിക്കുന്നത് കേട്ടോ, അവരുടെ ഷെയർ വിൽക്കുന്നതിൽ എന്താ കുഴപ്പമെന്ന്. അവരാണിത് ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ട്. അപ്പോൾ അവരുടെ ഷെയർ വിറ്റാൽ നമുക്കെന്താ കുഴപ്പം? ഇപ്പോൾ അവരുടെ ഷെയർ അഡാനി പോർട്ടിന് തന്നെയാണ്. അഡാനി പോർട്ട് നടത്തുന്നതാണ്. ഇപ്പോൾ 2 വർഷം നടത്തിയിട്ടും ആ തുറമുഖത്ത് വന്നിട്ടുള്ള കപ്പലുകളെല്ലാം MSC കമ്പനിയുടെ കപ്പലുകളും അവരുടെ കണ്ടെയ്നറുമാണ്. വളരെ കുറച്ച് മേഴ്സ്കിൻ്റെ കപ്പൽ വന്നിട്ടുണ്ട്, കപ്പൽ 1-2 വന്നിട്ടുണ്ട്, അവരുടെ കുറച്ച് കണ്ടെയ്നറും വന്നിട്ടുണ്ട്. കാരണം അവരന്ന് ഈ MSCയുമായിട്ടുള്ള പ്രൊജക്ട് പാർട്ട്നേഴ്സായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ വന്നിട്ടുള്ള കപ്പലുകളെല്ലാം MSCയുടെ ആണ്. ഇപ്പോഴത്തെ ബർത്തിൻ്റെ നീളം അനുസരിച്ച് 850 മീറ്ററിൽ 2 മദർ വെസലിന് അറ്റ് എ ടൈം കിടക്കാം. സാധാരണ നോർമൽ വെസലാണെങ്കിൽ 3 വെസലിന് കിടക്കാം. അത് എല്ലാ ദിവസവും അത്രയും വേണമെന്നുണ്ടാവില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് മറ്റ് ഒരു ഷിപ്പിംഗ് കമ്പനിയുടെയും ഒരു കപ്പൽ അവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. അതിന് 2 കാരണമുണ്ട്. ഈ പറഞ്ഞ 800 മീറ്റർ എന്നുള്ള ബർത്തിന്റെ ഒരു പരിമിതി കാരണമില്ല. ഇപ്പം 2000 മീറ്ററിലേക്ക് ബർത്ത് മാറിയാൽ അല്ല, പരിമിതിയല്ല. ഇപ്പോൾ പഴയ കൊച്ചിൻ പോർട്ടിൽ എത്രയോ കപ്പലുകൾ വന്നു പോകുന്നു. ഇപ്പോൾ നമ്മുടെ ദുബായ് വല്ലാർപാടൻ ടെർമിനൽ കൊച്ചിൻ പോർട്ടിൽ ഇത്രയും നിലയിലേ ഉള്ളൂ. എത്ര കപ്പലുകൾ വന്നു പോകുന്നു? മദർ വെസൽ എന്നുള്ള ഇപ്പോൾ ഈ മദർ വെസൽ 1000 വന്നു. മദർ വെസലിൽ നിന്ന് എത്ര കണ്ടെയ്നറാണ് ഇറക്കുന്നത്, എത്ര കണ്ടെയ്നറാണ് കയറ്റുന്നത്? അതൊന്ന് പറ. ഇവിടെ എത്ര കണ്ടെയ്നർ അവിടെ അടുക്കി വെച്ചുകൊണ്ട് 35,000 കണ്ടെയ്നർ വെക്കാനുള്ള കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. ഇനി 1200 ആയാൽ ഒരു 1.5 ഇരട്ടിയും കൂടെ വെക്കാൻ പറ്റും. ഇത് MSCയുടെ കമ്പനി വന്നുകൊണ്ടിരുന്നാൽ അവർക്ക് ധാരാളം കപ്പലുകളുണ്ട്, കണ്ടെയ്നറുകളുണ്ട്. അപ്പം മറ്റ് കമ്പനികൾ വരണ്ടേ? അപ്പം ഇത് ആയിക്കഴിഞ്ഞാൽ പിന്നെ മൊണോപ്പൊളി ആയില്ലേ? ഇപ്പം ദുബായ് പോർട്ട്സ്, കേന്ദ്ര സർക്കാരിൻ്റെ കൊച്ചിൻ പോർട്ടിൽ ദുബായ് പോർട്ട് DP വേൾഡ് നടത്തുമ്പോൾ എല്ലാ ലോകത്ത് ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഏരിയയിൽ വരുന്ന എല്ലാ കപ്പലുകളും അവിടെ വരുന്നുണ്ട്, അവരുടെ കണ്ടെയ്നറുകൾ വരുന്നുണ്ട്. അതല്ലാതെ ഒരു പർട്ടിക്കുലർ കമ്പനിയെ മാത്രം പ്രൊമോട്ട് ചെയ്യുമ്പോൾ മൊണോപ്പൊളി വരും. അതല്ലേ എങ്ങനെ സംസ്ഥാന സർക്കാർ ഉറപ്പാക്കും എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നത്. ഞാൻ ഇടവേളയുടെ സമയമായി വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരികെ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.